രാഹുൽ മാങ്കൂട്ടത്തിൽ. ചാനൽ ചർച്ചകളിലെ സജീവ മുഖമായി ജനപ്രീതി പിടിച്ചുപറ്റിയ നേതാവ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ബഹുദൂരം മുന്നിലായി അധ്യക്ഷ സ്ഥാനത്തേക്കെത്തിയ പുതിയ മുഖം. അധ്യക്ഷ പദവിയിലെത്തിയ രാഹുലിനെ കാത്തിരുന്നത് വലിയ ഭാരമായ വ്യാജ ID കാർഡ് വിവാദമായിരുന്നു. ബാക്ക്ഫുട്ടിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സടകുടഞ്ഞെണീറ്റു. കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തെരുവിലിറങ്ങി. കോൺഗ്രസ് നേതാക്കളെ നേരിട്ട പോലീസിന് വെല്ലുവിളിയുടെ മറ്റൊരു മുഖം കാണിച്ചുകൊടുത്ത് ഹീറോ പരിവേഷമണിഞ്ഞു. ഞങ്ങൾ പ്രഖ്യാപിക്കുക, ഇനി തെരുവിൽ ഒരൊറ്റ ഡിവൈഎഫ്ഐക്കാരനെ തല്ലുവാങ്ങി ചോര വീഴ്ത്തുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമല്ല. പിന്നാലെ വന്ന കേസ് പ്രതിപക്ഷം പുച്ഛിച്ചു തള്ളി. എണ്ണി അടിക്കും. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ ഇന്ന് രാവിലെയോടെ അടൂരിലെ വീട്ടിൽ നിന്ന് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഞാൻ മാന്യമായിട്ട് നിങ്ങൾ ഫോഴ്സ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഫോഴ്സ് എന്റെ വീട്ടിൽ വെളുപ്പാൻ കാലത്ത് നിങ്ങൾ വീട് വളഞ്ഞ് എന്റെ ബെഡ്റൂമിന്റെ വാതിൽ മുട്ടി നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും കൊണ്ടുവന്ന് വിചാരിക്കുന്നത്. പ്രവർത്തകർ അടങ്ങിയില്ല. സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധം അഴിച്ചുവിട്ടു. ഇനി തെരുവിൽ രണ്ടും കൽപ്പിച്ച് നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം.